ഞാനൊരു പരമവിഡ്ഢിയാണ്. സ്വഭാവ പഠനത്തിൽ എനിക്കിനിയും ഇത്ര ആളുകൾക്കിടയിൽ പെരുമാറിയിട്ടും അന്യരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുകയില്ല. അങ്ങെൻ്റെ മിത്രമല്ലേ? ഇത്ര കരഞ്ഞിട്ടും സങ്കടം അനുഭവിച്ചിട്ടും എൻ്റെ ഹൃദയം നിലച്ചില്ല. ഒരു നിസ്സാര സംഭവത്തിന് അതിനെ തകിടം മറിക്കുവാൻ സാധിക്കും. അതിനാൽ ചതിക്കരുത്. ബുധനാഴ്ച 10 മണിക്ക് കൃത്യം പാലസിൻ്റെ അവിടെ വെച്ച് കാണണം. ഞാൻ കുറച്ചു ലേറ്റായേ ക്ലാസ്സിൽ പോകുകയുള്ളൂ. ഒരു ദിവസം ഞാനിരുന്ന് കരയുകയാണ്. സാവിത്രി വന്നു. തങ്കം എന്ന് വിളിച്ചു. ഞാൻ ചിരിച്ചു. കണ്ണുകളിൽ നിന്ന് ചുടുബാഷ്പവും. ഇതൊരു പുതിയ കലയാണെന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. തനി ഭ്രാന്തായി തങ്കത്തിന്. മറുപടി കിട്ടി. 7 വയസ്സിൽ തുടങ്ങി കരയാൻ. 15.5 കൊല്ലം കഴിഞ്ഞു. ഇടവിടാതെ ഇപ്പോഴും തദൈവ. ഭ്രാന്ത് വന്നില്ലെങ്കിൽ അതല്ലേ അത്ഭുതം. അങ്ങനെ ഇരിക്കെ അങ്ങയുടെ ഒരു ജയിൽ പുള്ളിയുടെ ചിത്രം എന്ന ചെറുകഥ വായിക്കാനിടയായി. ആ അമ്മയുടെ സങ്കടവും മറിയാമ്മയുടെ നിസ്വാർത്ഥ പ്രേമവും എന്നെ ആകർഷിച്ചു. ദൈവഗത്യ ആ കഥാകാരനെയും പരിചയപ്പെടാൻ സഹവിദ്യാഭ്യാസം അവസരം നൽകി. എൻ്റെ യഥാർത്ഥ ചിത്രം എ സാഡ് സ്വീറ്റ് പോയം. ആ പേർ കൂടി കിട്ടിയപ്പോൾ ഞാൻ ആളോട് കുറച്ചുകൂടി സമീപിച്ചു. ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടി മാത്രം അന്ന് എഴുതി അയച്ചതാണ്. എന്നെ സാഹിത്യ പരിശ്രമത്തിൽ സഹായിക്കുമെന്നൊരാൾ അങ്ങയുടെ അടുക്കിലേക്ക് എന്നെ വീണ്ടും ആകർഷിച്ചു. ഇത്ര ഭയങ്കരമായൊരു പരിണാമം അതിൽ നിന്നുണ്ടാകുമെന്ന് ഈ വിഡ്ഢി സ്വപ്നത്തിലും വിചാരിച്ചില്ല. തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ജാതിയിലും സൗന്ദര്യത്തിലും പണത്തിലും ഭ്രമമില്ല. അന്തർസൗന്ദര്യത്തിലും യഥാർത്ഥ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആർഷ സംസ്കാരത്തെ ഞാൻ പൂജിക്കുന്നു. അതുകൊണ്ട് ജാതി വിശ്വാസം എനിക്കുണ്ടെന്ന് വിചാരിക്കരുത്. അവസാനത്തെ എഴുത്തിലെ സൂചന അതെന്നെ വേദനപ്പെടുത്തി. ഞാൻ സ്നേഹിച്ചാൽ, എനിക്ക് വേണമെന്ന് തോന്നിയാൽ, എൻ്റെ ആരാധനാപാത്രം മുസൽമാനായതുകൊണ്ടോ പണക്കാരനല്ലാത്തതുകൊണ്ടോ ഞാൻ പിൻവാങ്ങുകയില്ല. എന്നാൽ ഇവിടെ അതല്ല. ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ലെന്നുള്ളതാണ്. അമ്മയെ മനോവേദനപ്പെടുത്തുവാൻ എനിക്ക് വിഷമമുണ്ട്. എന്തെന്നാൽ അവർ ജീവിതത്തിൽ സുഖമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. എങ്കിലും ഈശ്വരൻ പ്രസാദിച്ചാൽ ഏപ്രിൽ 15-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വിടുമെന്ന് വിചാരിക്കുന്നു. മദിരാശിയിൽ ഞാൻ ജോലി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛനെ ധിക്കരിക്കേണ്ടി വരും എന്ന് മാത്രം. ഏതുകാലത്തും എൻ്റെ ഉത്തമ സുഹൃത്തായി ഞാൻ അങ്ങയെ ആരാധിക്കും, സ്നേഹിക്കും. അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത്രയും എഴുതി. എനിക്ക് വേണ്ടി കുറച്ച് കരയൂ. ഈ പെൻ തരക്കേടില്ല. വാഷ് ചെയ്യാൻ ഓർമ്മയില്ലാതെ തിളച്ച വെള്ളത്തിലിട്ടു. അതിനാൽ ഇതിൻ്റെ നിറം പോയതാണ്. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. പുതിയ പെൻ ഉടനെ അയച്ചു തരാം. രണ്ടും എടുത്തുകൊള്ളുക. ഈ പേന ആര് കണ്ടാലും വിരോധമില്ല. എഴുതുമ്പോഴെല്ലാം ഈ ഭാഗ്യഹീനയുടെ ചിത്രവും മനോമുകുരത്തിൽ പ്രതിഫലിക്കട്ടെ. അന്ന് ആ പെൻ എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ ഹൃദയത്തിൽ കുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. ആശയ്ക്ക് അവകാശം ഞാൻ തന്നിട്ടില്ല. അതിനാൽ വിചാരിച്ച വിധത്തിൽ പെരുമാറാത്തത് എൻ്റെ തെറ്റാണോ? കരയുന്ന ദിക്കിൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. പിന്നീട് വീണ്ടും കരഞ്ഞു. കാരണം എന്നെ ആരും വെറുക്കുന്നത് എനിക്കിഷ്ടമല്ല. ദേഷ്യപ്പെടുന്നതും സ്നേഹത്തിൻ്റെ തണലിലാണ് കഷ്ടപ്പാടിലും എൻ്റെ ജീവിതം. എനിക്ക് വയ്യ. ചൊവ്വാഴ്ച ഞാൻ ലീവായിരിക്കും. ബുധനാഴ്ച വൈകുന്നേരം എന്നെ കാണുമല്ലോ. അപ്പോൾ ഇത് മടക്കി തരിക. ഞാൻ തരുന്ന പുസ്തകത്തോടൊപ്പം. സഹോദരി സഹോദരന്മാരായി കൈകോർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കാം. എന്നെ കാണാൻ KSൻ്റെ വീട്ടിൽ വരരുത്. മിസ്സസ് KS ഉണ്ടവിടെ. നമുക്ക് കാണാം. ഹൃദയത്തിലൂടെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ തന്നെ ഇത് വല്ലാതെ നീണ്ടുപോയി. ഞാൻ നിർത്തട്ടെ. സ്വന്തം ബഷീറിന് സസ്നേഹം. സരസ്വതി ദേവി. NB. എൻ്റെ ആർട്ടിക്കിൾ ഇതാ കൊടുത്തയക്കുന്നു. കറക്ഷൻ വേണ്ടത് ഇഷ്ടം പോലെ ചെയ്യണം. KSൻ്റെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്. അത് അവിടെ എത്തിയോ എന്ന് അന്വേഷിക്കണം. ഞാൻ ഇനി പത്രം ഓഫീസിലെ മേൽവിലാസത്തിൽ എഴുതുകയില്ല. കറസ്പോണ്ടൻസിൻ്റെ മാർഗം കൂടി നിർദ്ദേശിക്കണം. ഇവിടം വിടുമ്പോൾ എന്നോട് യാത്ര പറയാൻ മറക്കരുത്. എന്തിനെ ഇവിടം വിടുന്നു? സ്വന്തം നാട്ടിലേക്ക് ഏതായാലും പോകുവാൻ സാധിക്കില്ലല്ലോ. എന്നാൽ സഹോദരിയുടെ അടുത്ത് താമസിക്കരുതോ? എന്നെ സ്നേഹിക്കണം. വാത്സല്യഭാജനമായ ഒരു സഹോദരിയായി അതെൻ്റെ ആവശ്യമാണ്. അധികാരമില്ലെങ്കിലും ആജ്ഞയാണ്, യാചനയാണ്. സ്വന്തം സരസ്വതി ദേവി. പ്രിയപ്പെട്ട സഹോദരി, എഴുത്തു വായിച്ചു. ദുഃഖത്തിൻ്റെ നടുക്കു നിൽക്കുന്ന ദേവിയെയാണ് ഞാൻ ആദ്യമേ കണ്ടത്. അന്ന് ദുഃഖത്തിൻ്റെ രൂപം മനസ്സിലായില്ല. കരയാൻ എനിക്ക് വയ്യ. കണ്ണുനീരില്ല. വറ്റിപ്പോയതായിരുന്നു. ദേവി അന്നത് പിഴിഞ്ഞെടുത്തു. കരയാൻ വയ്യ. അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, സരസ്വതി ദേവി. ആ ജീവിതത്തിന് എവിടെയാണ് പിശകു പറ്റിയത്? വേണ്ട, ഒന്നും ചിന്തിക്കേണ്ട. മറക്കൂ, എല്ലാം മറക്കൂ. ഞാൻ ആകപ്പാടെ പുകഞ്ഞിരിക്കുകയാണ്. കുടുംബസംബന്ധമായ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ദേവി മനസ്സിനെ വിഷമിപ്പിക്കാതെ പഠിച്ചു പാസ്സാകുക. പോഷകാംശമുള്ള ആഹാരം കഴിക്കുക. എഴുത്ത് തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ. കഥയ്ക്കു പ്ലോട്ടാക്കണമോ വേണ്ടയോ എന്ന് തീർച്ചയാക്കിയിട്ടില്ല. ഏതായാലും ഇത് ഇനിയും വായിച്ചു നോക്കണം. ഞാൻ കഥയാക്കുന്നുവെങ്കിൽ ദേവിയെ കാണിച്ചിട്ടേ പ്രസിദ്ധപ്പെടുത്തൂ.
ദേവിയുടെ അനുവാദത്തോടുകൂടി പരിപൂർണമായി വിശ്വസിക്കുക. ഞാനൊരു പരമവിഡ്ഢിയാണ് സ്വഭാവ പഠനത്തിൽ. എനിക്കിനിയും ഇത്ര ആളുകൾക്കിടയിൽ പെരുമാറിയിട്ടും അന്യരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങൻ്റെ മിത്രമല്ലേ? ദേവിക്ക് ഗുണവാനായ ഒരു ഭർത്താവ് ഉണ്ടാവട്ടെ. ദേവി, നാം മഹാസമുദ്രത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മിൽ വിശ്വസിച്ചും സഹായിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. ദേവിയെ പരിപൂർണമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ദേവിക്ക് ആ കത്തുകൾ അയച്ചത്. അതിലൊക്കെ എൻ്റെ മേൽവിലാസവും കയ്യൊപ്പുമില്ലേ? മാനാപമാനങ്ങൾ എനിക്കുമുണ്ടല്ലോ. ദേവി എന്നെ ചതിക്കില്ല, ദേവി എന്നെ പരിഹാസപാത്രമാക്കില്ല എന്ന് ഞാൻ എങ്ങനെ തീർച്ചപ്പെടുത്തി? ഞാൻ കണ്ണുമടച്ചു വിശ്വസിക്കുകയാണ് ചെയ്തത്. ഞാൻ ദേവിയെ സ്നേഹിക്കുന്നതുകൊണ്ട് ദേവിയെ സർവ്വാത്മന വിശ്വസിക്കുന്നു. ഇനിയും വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഇതോടെ ബന്ധം അവസാനിപ്പിക്കാം. എന്തു പറയുന്നു? എന്നെ സ്നേഹിക്കണം. വാത്സല്യഭാജനമായ ഒരു സഹോദരിയായി അതെൻ്റെ ആവശ്യമാണ്. അധികാരമില്ലെങ്കിലും ആജ്ഞയാണ്, യാചനയാണ്. എൻ്റെ തങ്കം, എന്നോട് യാചിക്കേണ്ട. ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് ദേവിയെ ആശ്വസിപ്പിക്കണം, ദേവിയെ സന്തോഷിപ്പിക്കണം. എനിക്ക് ദേവിയെ ചിരിപ്പിക്കണം. എനിക്ക് ദേവിയെ മാറോട് ചേർത്ത് ഗാഢമായി ആലിംഗനം ചെയ്യണം. ദേവിയുടെ ഓരോ രോമകൂപങ്ങളിലും എനിക്ക് ചുംബിക്കണം. പക്ഷേ ദേവിക്ക് എന്നെ വേണ്ടത് ഒരു സഹോദരനായിട്ടാണ്. ദേവിയുടെ ഇഷ്ടം. ഞാൻ എഴുത്ത് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് 4 മണിക്ക് ഞാൻ ഇത് തരും. നാളത്തേക്ക് നീട്ടുന്നില്ല. ദേവി, ഈ പേന ഇതൊരു വെന്ത പേനയാണ്. ദേവി വെന്ത ഒരു സ്ത്രീയും ഞാൻ വെന്ത ഒരു പുരുഷനും. നമ്മിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ദേവി ഭാഗ്യവതിയായി തീരട്ടെ എന്നുള്ള ആശംസയോടെ സ്വന്തം ദേവിക്ക് ബഷീർ. എഴുത്ത് ഒരിക്കൽ കൂടി വായിച്ചു നോക്കി. മുമ്പൊക്കെ എഴുത്തുകളിൽ ഒരു രസമെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ദേവിയുടെ പരിഭവം ഞാൻ ഓർത്തു. ദേവിക്ക് എന്ത് രസമാണ് വേണ്ടത്? ഈശ്വര, ഞാൻ എന്താണ് ചെയ്യുക? ഒരു കടലാസിൽ ഇങ്ങനെയും കൂടി കുറിച്ചു. പെട്ടെന്ന് തോന്നിയതാണ്. സഹോദരിക്കുള്ള കത്തല്ല, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദേവിക്ക്. പ്രിയപ്പെട്ട എൻ്റെ വിഷാദമധുരമായ മോഹനകാവ്യമേ, മനോഹരിയായ എൻ്റെ ദേവി, ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു. അമൃതം പോലെ, സുഗന്ധം പോലെ, ദിവ്യസംഗീതം പോലെ ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു. അതുല്യമായ ഒരനുഗ്രഹമായി ദേവി എൻ്റെ അടുത്ത് വന്നു. അതുല്യമായ ഒരനുഗ്രഹമായി ദേവി എന്നും എൻ്റെ അടുത്ത് നിൽക്കണം. ഇരുളിൽ മുങ്ങിയ എൻ്റെ ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ മഞ്ജുള ദീപമായി ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നും എൻ്റെ ജീവിതത്തിൻ്റെ മഞ്ജുള ദീപമായി ദേവി നിൽക്കണം എൻ്റെ അരികിൽ എന്നുള്ള അഭ്യർത്ഥനയോടെ. ദേവി ഭാഗ്യവതിയായി തീരട്ടെ എന്നുള്ള ആശംസയോടെ സ്വന്തം ദേവിയുടെ ബഷീർ. കത്ത് 4 മണിക്ക് വഴിക്ക് വെച്ച് സരസ്വതി ദേവിക്ക് കൊടുത്തു. എൻ്റെ ആ കത്തെവിടെ? തിരികെ വേണമോ? ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നിശബ്ദത. എന്താ ഒന്നും മിണ്ടാത്തത്? വീണ്ടും ഞാൻ പറഞ്ഞു. ഞാൻ പകർത്തി കഴിഞ്ഞില്ല. നിർബന്ധമാണെങ്കിൽ തരാം. നിശബ്ദത. പറയൂ ദേവി. വായിച്ചില്ലേ? വായിച്ചു. ഇനിയും വായിക്കണം. ഇടയ്ക്ക് ഒരു സംഗതി ഓർമ്മ വന്നു. വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. സഹോദരിയുടെ കല്യാണം നിശ്ചയിച്ചു. പകരം ഞാനും കെട്ടണം. ഈ വിവരം ഞാൻ ദേവിയോട് പറഞ്ഞു. വീട്ടിൽ ഒന്ന് പോയേ തീരൂ. സഹോദരിയുടെ വിവാഹം എനിക്കും പെണ്ണ് കണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ എന്നെ പറ്റിയുള്ള രഹസ്യം പ്രിയയോട് പറയരുത്. ഇല്ല, എനിക്ക് വേറൊരു പ്രിയ ഉണ്ടാവില്ലേ? അതിന് സമാധാനം ഒന്നും പറയാതെ ഒഴുക്കൻ ചോദ്യം. മറ്റേ കത്ത് കിട്ടിയോ? ഞാനൊരു ബിസിനസ് കത്ത് അയച്ചിരുന്നു. നാടകത്തെ സംബന്ധിച്ച്. കിട്ടിയില്ല. വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പോയി നോക്കാം. നാളെ 10 മണിക്ക് കാണുമോ? കാണും. ഞാൻ പോന്നു. ഒരു കത്തുണ്ടായിരുന്നു. ദേവിയുടെ ബിസിനസ് ലെറ്റർ. നാടകം എഴുതുന്നുണ്ടെന്നറിഞ്ഞു സന്തോഷിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കതിനുള്ള സമയം 1 മണിക്കൂറേ ഉള്ളൂ എന്നും അതിനുള്ളിൽ നാടകം തീരണമെന്നും ഓർമ്മിക്കാൻ അപേക്ഷ. എന്നെ ഏൽപ്പിച്ചാൽ മതി നാടകം. കലാകാരന്മാർക്ക് പ്രതിഫലം നൽകിയില്ലെങ്കിൽ ലോകത്തെ അവർ ചക്കാത്തുകാരാക്കും. പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞാൽ അതും കുറ്റം. ആ നാടകം ഞാൻ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു തരാം. ജനുവരിയിലാണ് ആനിവേഴ്സറി. അതിനു മുമ്പ് അച്ചടിക്കരുത്. പക്ഷേ ഞങ്ങളത് അച്ചടിച്ച് തരികയും ചെയ്യാം. BT കോളേജിൽ ആക്ട് ചെയ്യാവുന്നതായിരിക്കണം നാടകം. ഞാൻ ഇതേവരെ സ്റ്റേജിൽ ആക്ട് ചെയ്തിട്ടില്ല. ലോകത്തിൽ മാത്രമേ ആക്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിലും ശ്രമിക്കാം. പക്ഷേ ഹിന്ദിയിൽ നിന്നുള്ള തർജ്ജമയ്ക്ക് എനിക്ക് സമയം കിട്ടുകയില്ല. രാവിലെ 9 മണി മുതൽ 5 മണി വരെ കോളേജ്. രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ ഉറക്കണം. പിന്നെ ആലോചിക്കണം. പലതും. ആകെ കൂടി സമയം കിട്ടുകയില്ല. പഠിക്കാതെ പാസ്സാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. സ്വന്തമായി വിശ്രമവേളകളിൽ വല്ലതും എഴുതാൻ നോക്കാം. പക്ഷേ അത് നന്നാവുകയില്ലെന്നേ ഉള്ളൂ. ചില ഉപന്യാസങ്ങൾ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. സഹായം പ്രതീക്ഷിക്കുന്നു. വിജയം ആശംസിച്ചുകൊണ്ട് മിസ് സരസ്വതി ദേവി. എന്തിനാണ് ഈ മിസ് ചേർത്തിരിക്കുന്നത്? ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കല്യാണം കഴിക്കാതെ കന്യകയായി ഞാൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ ഓർക്കാനാണോ? അങ്ങനെയൊക്കെ ചിന്തയിൽ കഴിച്ചു. എന്നേരവും ദേവിയെ പറ്റിയുള്ള ചിന്ത തന്നെ. ദേവി എന്നെ പറ്റിയും. അത് ഞാൻ നന്നായി അറിഞ്ഞു. ഇടയ്ക്ക് വലിയ പട്ടണം ഉണ്ടെങ്കിലും ഞങ്ങൾ ദൂരത്താണെങ്കിലും ദേവി എന്നെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെയും ഞാൻ അറിയും. എൻ്റെ ഹൃദയത്തിൽ മാധുര്യമുള്ള
ചൂടുപാല് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ദേവിയോടുള്ള പ്രേമം. എപ്പോഴും എൻ്റെ പ്രേമഭജനത്തെ കാണാനൊരാശ എപ്പോഴും. ഞാൻ വെളുപ്പിനെ എണീറ്റു. കുളി, ഷേവ്, കാപ്പികുളിയൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ പുസ്തകവുമായി പാലത്തിൻ്റെ അടുത്ത് നേരത്തെ ഹാജരായി. നീണ്ടുകിടക്കുന്ന പബ്ലിക് റോഡ്, അതിലെ ധാരാളം സ്ത്രീ പുരുഷന്മാർ, വിദ്യാർത്ഥിനികൾ, അങ്ങ് ദൂരം വരെ. ദേവി ഇടവഴിയിൽ നിന്ന് പൊതുനിരത്തിൽ പ്രവേശിച്ചാൽ ഉടൻ ഞാൻ അറിയും. വരുന്നു എൻ്റെ ദേവി. ഞാൻ എണീറ്റ് അങ്ങനെ ചെന്ന് തമ്മിൽ നോക്കി മന്ദഹസിച്ചു. വേറെ പെൺകുട്ടികളുണ്ടായിരുന്നു. ദേവി വേറൊരു ഇടവഴിയിൽ കയറി. ഞങ്ങൾ അങ്ങനെ വേറൊരു പൊതുനിരത്തിൽ ഇറങ്ങി. ഞാൻ പുസ്തകം കൊടുത്തു. ഞങ്ങൾക്ക് വളരെ സംസാരിക്കാനുണ്ട്. സമയം വേഗം പോകുന്നു. കോളേജിൻ്റെ പടി വരെ സമയമുണ്ടല്ലോ. അത് വേഗം കഴിയും. നമുക്ക് കായലോരത്ത് പോകാം. അവിടെ അടുത്തല്ലേ താമസം? അതെ, പോകാം. എന്നെ അവിടങ്ങളിലൊക്കെ അറിയും. ഇന്ന് 4:30 മണിക്ക് ഞാൻ കായലോരത്ത് വരും. അവിടെ കാണണം. ഇന്ന് സൗമിനിയും വേറെ എൻ്റെ ബന്ധുക്കളായ കുറേ സ്ത്രീകളും കപ്പലുകൾ കാണാൻ വരുന്നുണ്ട്. ഞാൻ നേരത്തെ വരും. ഉണ്ടാവുമോ എന്നും പറഞ്ഞ് പുസ്തകത്തിനകത്ത് നിന്ന് മനോഹരമായ ഒരു ചെറിയ വെള്ള കവർ എടുത്തു തന്നു. തരുമ്പോൾ ദേവി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചൂണ്ടുവിരലാൽ എൻ്റെ വിരലിൽ പതുക്കെ ഒന്ന് തൊട്ടു. ആരും അറിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ഒരു ചുംബനം എൻ്റെ ഹൃദയത്തിൽ തന്നതുപോലെ മന്ദഹാസത്തോടെ ഞങ്ങൾ പിരിഞ്ഞു. എഴുത്ത് ഞാൻ വഴിക്ക് ഒരു വൃക്ഷഛായയിലിരുന്നു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പൊളിച്ച് ഉത്കണ്ഠയോടെ വായിച്ചു. ദേവി എഴുതിയിരിക്കുകയാണ്: പ്രിയ സുഹൃത്തേ, വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. അങ്ങയെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മനുഷ്യൻ്റെ ക്ഷണഭംഗുരമായ ജീവിതത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണ് കഥ തിരികെ ആവശ്യപ്പെടുന്നത്. സഹോദരിക്ക് ഹാർദവമായ അഭിനന്ദനം. സഹോദരിക്ക് വേണ്ടി എങ്കിലും ജീവിതത്തിൽ പ്രവേശിക്കുക. സർവ്വമംഗളങ്ങളും ആശംസിക്കുന്നു. അപ്പോൾ എന്നെ മറക്കരുത്. ജീവിത സമുദ്രത്തിൽ സൗഹാർദ്ദ പങ്കായം ഒരുമിച്ച് പിടിക്കാം. അക്കരെ പറ്റാം. ആ സഹായത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ദിനചര്യ കേട്ടോളൂ. രാവിലെ 8 മണിക്ക് പാൽ, 9 മണിക്ക് വെണ്ണ, ചോറ്, തൈർ, 1:30 മണിക്ക് ഊണ്, 8 മണിക്ക് നാഴിപ്പാലും ചവനപ്രാവശ്യവും. ഭക്ഷണം പോരെന്ന് പറയുന്നത് മറ്റൊരു വിഡിത്തം. എന്നെ വിസ്മരിക്കരുത്. ഞാൻ ജീവിതത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കരുതേ. ഞാൻ വിവാഹം ചെയ്യുകയില്ലെന്ന് പറയുന്നില്ല. എന്നാൽ മുഴുവനായി അവസാനത്തെ ആശ ആകാശത്തിൽ സ്വൈരവിഹാരം ചെയ്യുന്ന വാനമ്പാടി പക്ഷിയുടെ ജീവിതം, അതും നഷ്ടമാകും. അതിന് പ്രാർത്ഥിക്കരുത്. അങ്ങയെ വിശ്വാസമുണ്ട്. സർവ്വമംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് സ്നേഹലേഖനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും സ്വന്തം ബഷീറിന് സസ്നേഹം, തങ്കം. പഴയതെങ്കിലും എവിടെ നിന്നെങ്കിലും പ്രേമലേഖനം എന്ന പുസ്തകം എനിക്ക് വായിക്കാനെങ്കിലും തരണം. എഴുത്തുകൾ തിരികെ തരണമെന്നില്ല, കത്തിച്ചു കളയുക എന്നാൽ മതി. അപ്പോൾ വിശ്വാസക്കുറവിൻ്റെ ചോദ്യം വരികയില്ല. ദേവി. പ്രേമലേഖനം വായിക്കാനെങ്കിലും തരണം. എന്തിനാണാവോ? എഴുത്തുകൾ തിരികെ വേണ്ട. ദേവിയെ പറ്റിയുള്ള തീക്ഷ്ണമായ ചിന്ത. അങ്ങനെ 4:30 മണിയാവാൻ കാത്തിരുന്നു. മറ്റൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ജോലി പിടിപ്പതുണ്ടായിരുന്നു. വളരെ എഴുത്തുകൾ മറുപടി പ്രതീക്ഷിച്ച് കിടക്കുന്നു. സാഹിത്യകാരന്മാരുടെ, ആരാധികമാരുടെ, ആരാധകന്മാരുടെ, പോരെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മയുടെ കത്തും. പുറമെ പരസ്യപ്പെടുത്തിയിരുന്ന പുസ്തകങ്ങൾ എന്തുകൊണ്ട് ഇറക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടുള്ള പുസ്തക കച്ചവടക്കാരുടെ കത്തുകളും. 700-800 ആർഡറുകൾ വന്ന് കിടപ്പുണ്ട്. 2 പതിപ്പുകൾ കഴിയാൻ സമയമായി. എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? ആർക്കും സമാധാനം അയച്ചില്ല. ഇടയ്ക്ക് എന്നെ കാണാൻ പലരും വന്നു. ഞാൻ ഒരു പ്രസംഗം ചെയ്യണം. ഒന്നും വയ്യെന്ന് പറഞ്ഞയച്ചു. മണി 4:30 ഞാൻ ഇറങ്ങിച്ചെന്നു. കൃത്യം ദേവി ഹാജരായിരിക്കുന്നു. കായലിൽ അരികത്ത് പൂന്തോട്ടത്തിനടുത്തുള്ള റിഫ്രഷ്മെൻറ്റ് റൂമിൻ്റെ അകത്ത് നിന്നു ദേവി ഇറങ്ങി വന്നു. കറുത്ത സിൽക്ക് സാരിയും വെള്ള ബ്ലൗസും, കയ്യിൽ പുസ്തകങ്ങളും. ഞാൻ ചോദിച്ചു, വന്നിട്ട് വളരെ നേരമായോ? ഇല്ല, ഇപ്പോൾ വന്നേയുള്ളൂ. ദേവിക്ക് കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഞാൻ പോക്കറ്റിൽ തപ്പി. പേഴ്സ് എടുത്തിട്ടില്ല. ഞാൻ ദാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൂടെ ദേവിയുടെ അടുത്ത് വച്ചിട്ട് തിരികെ ഓടി. മുറിയിൽ ചെന്ന് പേഴ്സും കറുത്ത തുണി കൊണ്ട് ബൈൻഡിട്ട ദ നൈറ്റ് ഈസ് ഹെവി എന്ന ഇംഗ്ലീഷ് ബുക്കും എടുത്ത് വാതിൽ പൂട്ടി തിരികെ ഓടി ചെന്നപ്പോൾ ദേവി റിഫ്രഷ്മെൻറ്റ് റൂമിൽ കയറി. അതിലെ ക്യാബിനിൽ ഒരു കസേര ഇടിവിച്ചിരിക്കുന്നു. ദേവിയുടെ മടിയിൽ എൻ്റെ കുടയുമുണ്ട്. ഞാനും ഒരു കസേര എടുത്തിടിവിച്ച് സമീപമായിരുന്നു. പയ്യൻ വാതിൽക്ക് ഹാജരായി. 2 ഉല്ലാസ് സർബത്തിന് ഓർഡർ ചെയ്തു. സൗമിനിയും മറ്റും വന്ന് കാണുമോ? സൗമിനിയും മറ്റും നേരത്തെ വന്നിരുന്നു. പാർക്കിലുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് വെളിയിലിറങ്ങി നോക്കാം. വേണ്ട. ദേവിക്ക് ആകപ്പാടെ ഒരാലസ്യം. കൂടെ കൂടെ എന്നെ നോക്കുകയും വല്ലാതെ മേശമേൽ ചരിഞ്ഞിരിക്കുകയും ചെയ്തു. എന്നെ വാരിപ്പുണരൂ എന്ന ഭാവം. പയ്യൻ 2 ഗ്ലാസ്സിൽ സർബത്ത് കൊണ്ടുവന്നു. ദേവി കുടിച്ച് ഗ്ലാസ് വെച്ച് നീട്ടി. അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. എനിക്കത് വാങ്ങി കുടിക്കണമെന്നും എന്നിട്ട് ഗ്ലാസ് പൊട്ടിക്കണമെന്നും തോന്നി. പക്ഷേ ഒരുമാതിരി ചുളിഞ്ഞ മുഖത്തോടെ പയ്യൻ ഞങ്ങളെ നോക്കിക്കൊണ്ട് വാതിൽക്ക് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൻ ഗ്ലാസ് വാങ്ങി. എൻ്റെയും. ഞാൻ പണം കൊടുക്കാൻ പോയി. ദേവി വല്ലാതെ ഒരു നോട്ടത്തോടെ. ഞാൻ കൊടുത്താൽ പറ്റുകില്ലേ? പറ്റും, കൊടുക്കൂ.
ദേവി അഞ്ചണ കൊടുത്തു. ചുമ്മാ അവന് ഒരണയും. നീ അങ്ങ് മാറി നിൽക്കൂ. ചുവന്ന സാരിയുടുത്ത ഒരു പെൺകുട്ടി വേറെ ചില സ്ത്രീകളുടെ കൂടെ വരികയാണെങ്കിൽ അറിയിക്കണം. അവൻ മാറി. എന്നാലും അവൻ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ വല്ല ആശയം തന്നിട്ടുണ്ടോ? ദേവി ചോദിച്ചു. എന്താശ? എന്നെ വാരിപ്പുണരൂ എന്ന ഭാവം മാത്രം. ഞാൻ പറഞ്ഞു. ഒരാശയും തന്നിട്ടില്ല. ദേവി സ്വതന്ത്രയാണ്. ഞാൻ ദേവിയുടെ കാലിൻ്റെ വിരൽ തൊട്ട് തലയിൽ വെച്ചു. എന്താണിത്? ക്ഷമിക്കണം. ഇതൊന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ശിക്ഷിച്ചോളൂ. അപ്പോൾ ദേവി ചെറിയ ഒരു സംഭവം പറഞ്ഞു. സ്കൂളിൽ നിന്ന് രാജിവെക്കാനുള്ള കാരണം പുരോഗമന സാഹിത്യകാരന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ലേഖനം പ്രസിദ്ധപ്പെടുത്തിയ ചെറുപ്പക്കാരനായ ഒരു അധ്യാപകൻ ദേവിയുടെ അടുത്ത് പ്രേമപ്രകടനങ്ങളുമായി അടുത്തുകൂടി. വളരെ ശല്യമായപ്പോൾ ഹെഡ് മാസ്റ്ററെ ദേവി അറിയിച്ചു. ഇവിടെ ബഷീറിനെ പറ്റി പരാതി പറയാൻ ഹെഡ് മാസ്റ്ററുമില്ല, ആരുമില്ല. ഉണ്ടല്ലോ, കലാകാരനായ ഈശ്വരനോട് പറയൂ, അല്ലെങ്കിൽ ആ ചെരിപ്പൂരി എന്നെ അടിക്കൂ. ദേവി പിന്നിട്ടിരുന്ന മുടി തോളിലൂടെ മാറിലിട്ടു. അതും പിടിച്ച് എന്നെ നോക്കി. ആ സമൃദ്ധമായ മുടിയുടെ തുമ്പ് ഒരു കുല പോലെ അല്പം ചെമ്പിച്ചിരുന്നു. എനിക്ക് അതിൽ ഒന്ന് ചുംബിക്കാൻ തോന്നി. ഒരു ആർത്തി. ഞാൻ പറഞ്ഞു, ദേവി മുടി കെട്ടിവയ്ക്കരുത്. കെട്ടിവയ്ക്കും. അന്നേരം റിക്ഷ വണ്ടിക്കാരൻ ഹാജരായി. ഞാൻ പറഞ്ഞു,